തീർത്താ മഹാഭാവിയാണ്. മരുന്നിന് പോലും ബാക്കി വെച്ചില്ലല്ല. നിങ്ങെല്ലാം സെറ്റാന്ന്. എനിക്കിനി എന്താ ചെയ്യല്? രൂപേഷിന്റെ കയ്യിൽ ഒരു ഹാഫ് ഉണ്ട്, റിസർവാക്കി വെച്ചതാ. ആർക്ക് വേണ്ടി? എന്റെ മുത്തിനു വേണ്ടി. നീ പോയി മേടിച്ചിട്ടോ. നിങ്ങൾ ആരെങ്കിലും പോറ്റി മേടിച്ചാ മതി, ഞാൻ പോവില്ല. ഡ്രൈവ് എല്ലാം തെറ്റാണ്. അപ്പൊ ഇതുവരെ ചെയ്താ കറക്റ്റ് ആണല്ലോ. ഞാൻ പോയിട്ട് വരാം. ഈ കുളത്തിലാണോ നീ പോണത്? അതൊന്നും ശരിയാവില്ല. ഫോൺ തന്നെ. ഹെൽമെറ്റ് നന്ദിയില്ലാത്ത പട്ടികള്. ലൈറ്റ് ആയിട്ട് മതി. ഉപകാരം ചെയ്താലും നന്ദിക്കില്ലാത്തൊരു തെണ്ടികൾ കൂട്ടുകാരോ. ചന്ദ്രൻ ആരൊക്കെ ഇഞ്ഞു വരുന്നുണ്ട്. അതോ അതല്ലാണോ? ഞാൻ ടോർച്ചടിച്ചു നോക്കട്ടെ. ഒറ്റ പ്രാവശ്യം അടിച്ചാൽ മതിയെ. മിന്നല കൂട്ടുകാർ തെണ്ടികളോ. ചന്ദ്രേട്ടാ, ഇത് ഓൻ തന്നെയാണ്. വൈറ്റ് ഷർട്ട് മുഖം പോയിട്ടോ. എന്നിട്ട് ഓനെ പോയി പിടിക്കുക. ഞാനാ അല്ലടാ, പുറത്താളെ വിളിക്കാം. പോയ ില്ലേ നീ ആ സൗണ്ട് കേട്ടോ? ആ കേട്ടിന്. നിങ്ങൾ കേട്ടിന്? നിങ്ങളെ പോലെ അടിയും വേസ്റ്റ് ആവുന്നില്ല. എല്ലാം എനക്കിട്ട് നോക്കി അടി മനസ്സിലാ. എന്റെ പിള്ളേരെ തുറന്നു. ഈ പവിനെ അടിച്ചു വെച്ചേ. പവി ലൈറ്റ് ഓഫ് ചെയ്യണമേ. ഉറങ്ങാനും സമ്മതിക്കില്ല. പോയി കിടക്കടോ. നിന്റെ അനിയത്തിക്കൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോ അത് അഭിയായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിന് ആരാന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. അഭിയേട്ടൻ ഓള് ഇടക്കിടക്ക് ഇടുന്ന് പറയുന്നത് കേൾക്കലുണ്ട്. അത് നിങ്ങളെ ചങ്ങായിയാന്ന് ഞാനെങ്ങനെ അറിയില്ല. മനസ്സിലായി. എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാൻ ഉണ്ട്, ഞാൻ പറയാം. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ല. ഏട്ടാ, ഈ പ്ലാസ്റ്റർ ഇടുന്ന സ്ഥലം എവിടെയാന്ന്? പൊട്ടലുള്ള സ്ഥലത്താണ് സാധാരണ ഇടുന്നത്. എന്തേ? ഞാൻ വിളിക്കാം. അടുത്തെന്താണ്? അടുത്തതിൻ്റെ 16. ഓക്കെ. വേദന ഉണ്ടാ മോനെ? ഏയ്, ഓളെ കുറിച്ച് ഓർക്കുമ്പോ നെഞ്ചത്തൊരുക്കാനും. നിന്നോടല്ല ബിയെ. ഇങ്ങനെയുണ്ട് മോനെ? കുറച്ച് ഭാഗ്യത്തിന് വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല അല്ലേ? ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് എങ്ങനെ ഞാൻ പറയലെന്ന് വെച്ചിട്ടാ. പക്ഷെ നിങ്ങൾ അതിലും വലിയ പണിയെടുത്തിട്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയില്ലല്ലോ. ഇതിപ്പോ എന്തുമാത്രം സമയം പോയി. ആ ലാസ്റ്റ് മിനിറ്റിൽ പറഞ്ഞത് കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പലതും ചെയ്യാൻ പറ്റുമായിരുന്നു. അതെ 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 അതെ. അഭിയേട്ടൻ എന്തൊന്നും മിണ്ടാത്തത്? എനക്കിപ്പോ പേടിയൊന്നുമില്ല. ഓക്ക് എന്നെ ഇഷ്ടാന്നുള്ളത് ഞാൻ വെറുതെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ആ, പേടിക്കാണ്ടിരുന്നു. മറ്റന്നാളാണ് കല്യാണം. അതിനു മുമ്പ് നമ്മളെന്തെങ്കിലും ചെയ്യുമല്ലോ. ആര്? നിങ്ങ എല്ലാരും ഇല്ലേ? ആ, പടിയോട്ടോ പിടിച്ച് ഇനിയും വരാനുണ്ടെന്ന് തോന്നുന്നു. എല്ലാരും ഒന്ന് പുറത്തേക്ക് പോയേ. ഇവിടെ അടിയിട്ടിയാൾ മാത്രം നിന്നാ മതി. അല്ല, ഏറെക്കുറെ എല്ലാവർക്കും അടി കിട്ടിയിട്ടുണ്ട് സിസ്റ്റർ. ഓ, കണ്ണുചോരിയില്ലല്ലോ. ഇവന്റെ കേസ് ഫയലാണ്. അല്ല, അത് നേരത്തെ അഡ്മിറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആയ ഒരാൾതാണ്. ഇവിടെ തന്നെ ഉണ്ടോ? അതെന്താ ഇല്ലാത്ത? ശംഭു മഹാദേവൻ. ഈ പേഷ്യന്റ് എന്താ പറ്റിയത് സിസ്റ്റർ? ഏടുന്നോ അടിയിട്ടിട്ട് വന്നതാണ്. ഓഹോ, നല്ലോണം കിട്ടിന്ന് തോന്നുന്നു. മൂക്കെല്ലാം ചതഞ്ഞ് പോരാത്തതിന് വയറ്റിളക്കും. ബൈ സിസ്റ്റർ.
ഇവൻ എണീക്കുന്നതിന് മുമ്പ് ആ വീഡിയോയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്ക്. നീ ആ ഫോൺ ഇങ്ങെടുക്ക്. ഏതിങ്ങനായാ ഇന്നലത്തെ അടിയിൽ പൊട്ടിയാന്ന് തോന്നുന്നു. ഓണാവുന്നില്ല. എന്റെ പവിയോട്ട വല്ലാത്ത ചെയ്തായി പോയി. കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്താണ്. ഇത്ര ലൈറ്റ് വാടകയ്ക്ക് എടുത്ത് കള്ളും മേടിച്ചു കൊടുത്ത്. എന്താടാ നമ്മെന്താ ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. എന്താ അത് അമല് ഭാഗ്യത്തിന് അമലിനൊന്നും പറ്റിയിട്ടില്ല. പവിയേട്ടൊന്നും പറ്റീനി? ആക്സിഡന്റ് ഞാനും ചന്ദ്രേട്ടനും പോയപ്പോ ഓന്റെ ബൈക്കിനല്ലേ ഇടിച്ചത്. അതെയാ? ഭയങ്കര കോൺഫിഡൻസ് ആയി പോയല്ല. സത്യം. അതെ തലവേനെടുത്തിട്ടാണെങ്കിൽ എടാ നീ ലൈറ്റ് ആയിട്ട് വെച്ചിരുന്നില്ല. പിന്നെ അയ്യോ സമയായി. മമ്മ അന്വേഷിക്കുന്നുണ്ടോ? ഷർട്ട് ഇതെന്ന് അബേട്ട എനക്കെന്തോ പറ്റിയത്? ഞാൻ ഒന്നും പറ്റില്ലടാ, എനക്കെന്തോ പറ്റിയത് നിങ്ങൾ പറയാത്തേന്ന്. ഒന്നും പറ്റില്ലടാ. ഛെ. ഒന്നുമില്ല കൊട്ടോ, ഒന്നുമില്ല. ചെല്ലു, നീ വീട്ടിൽ ചെല്ലും. മമ്മി അന്വേഷിക്കും. മറ്റന്നാൾ കല്യാണാന്ന്. ഓ യെസ് 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 ഞാൻ പോട്ടെ എന്നാല്. ആ ചെല്ലു. ഷൂടെ അതാ അങ്ങനെ അവസാനത്തെ വാതിലും അടഞ്ഞു. ഇനിയല്ലേ ക്ലൈമാക്സ്. അവഞ്ചേഴ്സ് പോലെ നമ്മ എല്ലാരും ഒന്നിച്ച സ്ഥിതിക്ക് ഇനി ഒരു എൻഡ് ഗെയിം. തിരക്കഥയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഡാ, ഇനി നിന്റെ തിരക്കഥയൊന്നും വേണ്ട. ഞാനൊരു ഐഡിയ പറയാം. സംഗതി ഇച്ചിരി പഴയതാണ്, പക്ഷെ എന്നാലും വർക്കാന്ന്. ഒളിച്ചോട്ടം. ഒരൊറ്റ ചവിട്ടം തന്നാണ്ടല്ലോ. ഇല്ല തല്ലി മുഴുവൻ വാങ്ങി തന്നിട്ട് ഓന്റെ ഒരു ക്ലീശ പവേട്ടൻ പറ. ദേ, ഇവനെയും ചന്ദ്രയും കൊണ്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിപ്പിക്കുന്നു. എന്നിട്ട് കുറച്ചാൾ എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തുന്നു. ഇതൊന്നും അറിയാത്ത പോലെ ഞാൻ വന്ന് സുജിനെ കെട്ടുന്നു. സുജിനെ കെട്ടിക്കഴിഞ്ഞാൽ ഞാനല്ലേ അടുത്ത മെയിൻ. ഞാൻ മെയിനായ പിന്നെ ഓൻ എപ്പോണെങ്കിലും തിരിച്ചു വരാല. എന്തൊരു സ്റ്റോറി സെൻസാ പവിയേട്ട അങ്ങക്ക്. ഇടയ്ക്ക് ഞാൻ അങ്ങനെയാന്ന്. പക്ഷെ ഇതൊക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? വഴിയുണ്ട്. ആരും അറിയാണ്ട് കാര്യം നടക്കണമെങ്കിൽ ഔറാങ്കാട് അമ്പലമാണ് ബെസ്റ്റ്. ആടെ എനിക്ക് പരിചയമുണ്ട്. ബാക്കിയെല്ലാം ഞാൻ അവിടെ സെറ്റ് ചെയ്തോളാം. ഇനി പ്ലാൻ ഞാൻ കാണിച്ചു തരാം. ഇത് ഔറാങ്കാട് ക്ഷേത്രം, ഇത് അയ്യനാട്, ഇത് കൂമന്തൊണ്ട, ഇത് കാവുംചോല. കാവുംചോല വഴി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ആടെ പാലം പൊളിച്ചിട്ടിട്ടുണ്ട്. മാത്രമല്ല ആടെ മുക്കിനും അവളുടെ ബന്ധുക്കളാ. കൈ കിട്ടിയ കൊന്നുകളയും. വലിയ ടീമാ. എയ്യനാടുന്ന് ഓളയും കുട്ടി നമ്മതെ കൂമന്തൊണ്ട വഴി ഔറാങ്കാട്ടിലേക്ക് വരും. എന്നിട്ട് ചെക്ക്. കൂമന്തൊണ്ടേന്ന് അവറാങ്കാട് പോകുന്ന വൈക്കാന്ന് ബിബീഷിന്റെ വീട്. അത് ശരിയാണ്, പക്ഷെ ആ റിസ്ക് നമ്മൾ ഏറ്റെടുക്കണം. പിന്നെ പുലർച്ചെ ആയതുകൊണ്ട് അധികം പ്രശ്നമൊന്നും ഉണ്ടാവൂല എന്ന് നമുക്ക് അനുമാനിക്കാം. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ശരിയാണ്. അപ്പോ കൂമന്തൊണ്ടയ്ക്ക് അടുത്തുള്ള ആലിന്റെ ചോട്ടിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞാനും ചന്ദ്രേട്ടനും ഓളയും കുട്ടി ദേ ഇങ്ങനെ വന്ന് ആലിന്റെ ചോട്ടിലെത്തും. ആടെ നിന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക്. ആടെ വെച്ച് എൻ്റെ ഓളയും കല്യാണം.